IT ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ പലരും. അപ്പോൾ നിങ്ങൾക്ക് കോഡ് ചെയ്താൽ മാത്രമേ ITയിൽ ഒരു ജോബ് ഉണ്ടാവുള്ളൂ, അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇനി വേണ്ട. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പല പല ടൂളുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ലേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കാതെ തന്നെ IT ഫീൽഡിൽ ജോലി നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ അനാലിറ്റിക്സ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം ഒരുപാട് മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഡേറ്റ അനാലിസിസ്, ഓട്ടോമേഷൻ ടൂളുകൾ, ഇനി അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് വേക്കൻസീസ്, ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അപ്പോൾ അത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, അറിയാനായിട്ടും പഠിക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ അപ്പോൾ അതിനകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഹ്യൂജ് ഡേറ്റ വരുമ്പം ആ ഹ്യൂജ് ഡേറ്റാനെ എന്ത് ചെയ്യണം, നമുക്ക് അനലൈസ് ചെയ്ത് അതിനകത്ത് നിന്ന് ഇൻസൈറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക, അല്ലേ? അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയ നല്ലൊരു ജോബിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പലരും എക്സലും ഗൂഗിൾ ഷീറ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. സോ അപ്പോൾ അതിനെപോലെ തന്നെ നമുക്ക് അതിനെ കുറച്ചും കൂടി അഡ്വാൻസ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് അതിനോടൊപ്പം എന്ത് വേണമെങ്കിൽ ഇപ്പോൾ പവർ BI അല്ലെങ്കിൽ ടേബിൾ വ്യൂ ഇങ്ങനെയുള്ള ടെക്നോളജീസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ നല്ലൊരു ജോബ് പ്രൊഫൈലിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ടൂളുകൾ നമ്മൾ ഇനി ലേൺ ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള നോൺ IT അല്ലെങ്കിൽ നോൺ കോഡിംഗ് IT ഫീൽഡുകളിലേക്ക് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെൻ്റ് ആണ്. എന്താണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു കമ്പനീനെ ബേസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പ്രൊഡക്ഷൻസ് നടത്തുന്ന ഒരു കമ്പനി ആയിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ നമ്മളുടെ വർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഒരു ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സുകൾ, അല്ലെങ്കിൽ നമുക്കിപ്പം മണി മാനേജ്മെൻ്റ് ആയിരിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ വരുന്നുണ്ട്, ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പ്രൊജക്റ്റ് കൃത്യമായ ടൈം പീരീഡിൽ ആവശ്യമുള്ള റിസോഴ്സുകളെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. സോ അപ്പോൾ അത് ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ IT കമ്പനികളിലായാലും നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണ് പ്രൊജക്ട് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ റിസോഴ്സുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളൊരു സ്കില്ലാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, ദെൻ വരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പോപ്പുലർ ആണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാത്ത ഒരു കമ്പനീസും ഇപ്പോൾ ഇല്ല, അല്ലേ? നമുക്ക് കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയാസ് വഴിയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കരിയറാക്കി മാറ്റിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും എങ്ങോട്ടേക്ക് മാറും, കംപ്ലീറ്റ്ലി നമ്മൾ ഡിജിറ്റലായിട്ട് മാറുകയാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നോളജുകൾ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ ഗ്രാസ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ പഠിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം ടൂളുകളൊക്കെ ഉണ്ടായിരിക്കും, ടെക്നിക്കലി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ലേൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോബിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ വരുന്ന അടുത്ത ഒരു ജോബ് പ്രൊഫൈലാണ് ടെക്നിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, ഒരു കമ്പനിക്കകത്ത് എന്തുണ്ടാവും, നമുക്ക് അതിനകത്ത് ഈ പറയുന്നത് പോലെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഗൈഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. ഈ കണ്ടന്റുകളൊക്കെ കൃത്യമായ ഫോർമാറ്റിലൊക്കെ നമുക്ക് എഴുതുക, അല്ലേ? അതിനുള്ളൊരു സ്കില്ല് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ റൈറ്റിങ്ങിലും ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ജോബുകൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്തൊക്കെ എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് കോഡ് ചെയ്ത്
എടുക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇവിടെ വരുന്നില്ല. സോ അപ്പോൾ നമ്മുടെ ആ ഒരു സ്കിൽ, നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്കില്ലിനെ എന്ത് ചെയ്താൽ മതി, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നാൽ മതി. ഇതിനകത്ത് ഈ പറയുന്നത് പോലെ എന്താണ്, നമുക്ക് കോംപ്ലക്സ് ഇൻഫർമേഷൻസിനെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ജോബ് പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഇപ്പം മാനുവൽ അല്ലെങ്കിൽ ഗൈഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, കമ്പനിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ റൈറ്റിങ്ങിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് സ്കീം ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു ജോബ് ഇല്ലാത്ത കമ്പനീസൊക്കെ വളരെ വളരെ കുറവായിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും, ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇനി വരുന്ന കാലത്ത് നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള ഇൻഫർമേഷൻസിനെ എല്ലാം സെക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് നമ്മളുടെ ജോബ് വളരെയധികം കൂടാനുള്ള ചാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്താണ് അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് ജോബുകൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളുടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്കൊരു വെബ് ഡെവലപ്മെൻറ്റിലേക്കാണ് മാറേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കില്ല് വേണം അല്ലേ. അതുണ്ടെങ്കിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് തിരിയാനായിട്ട് പറ്റുന്നത്. ഇനി ഇതല്ലാതെ ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു കമ്പനി, മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ എടുക്കുമ്പം അവിടുത്തെ ഇൻഫർമേഷൻസ് സെക്യൂർ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അപ്പോൾ അവിടെ എന്തായാലും എന്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്, ഈ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകളുടെ ആവശ്യമുണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള ടൂളുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് നമുക്കവിടെ ഒരുപാട് ടെക്നിക്കലൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പഠിച്ചെടുക്കുക. നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം കോഡിങ് ചെയ്യുന്നത് പോലെ അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല. നമ്മളത് വളരെ ഈസി ആയിട്ട്, കോഡിങ്ങിനേക്കാളും ഈസി ആയിട്ട് ഈ പറയുന്ന ടെക്നിക്കുകളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പെനിട്രേഷൻ ടെസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ജോബിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ CC സൈബർ ക്യാമ്പസിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിലും നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പോട് കൂടി ആയിരിക്കും നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും സൈബർ സെക്യൂരിറ്റിയിലും നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. സോ അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്